സുജിയ, ഡ്രൈവർമാരുടെ അനീതിയാണോ? അനീതിയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. അത് ഈ ഓൺലൈൻ ടാക്സി ഓടുന്ന ഡ്രൈവർമാർക്ക് നേരിടുന്ന അനീതി പോലെ തന്നെയാണ് ഈ സ്റ്റാൻഡുകളിൽ ഓടുന്ന ടാക്സി ഡ്രൈവേഴ്സ്. അവർ നേരിടുന്ന പ്രശ്നം കൂടി നമ്മൾ പറഞ്ഞു തന്നെ പോകണം. കാരണം അവർക്ക് ഈ രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവിധ യൂണിയനുകളായി പെട്ട് പ്രവർത്തിക്കുന്ന ഡ്രൈവേഴ്സ് ആണല്ലോ. അവർ ഈ രീതിയിൽ വലിയ രീതിയിൽ ഈ ഒരു വയലൻ്റായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം അവരും ഈ കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയിട്ടാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. സ്റ്റാൻഡിൽ പോയി കിടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടം കിട്ടുകയല്ല. ഒന്നോ രണ്ടോ ഓട്ടം കിട്ടും. ചില ദിവസങ്ങളിൽ ഓട്ടം കിട്ടാത്ത ദിവസങ്ങളും ഉണ്ടാകും. സീസൺ അനുസരിച്ചാണ്, പ്രത്യേകിച്ചും ടൂറിസം മേഖലയിലൊക്കെ സീസൺ അനുസരിച്ച് മാത്രമാണ് ഓട്ടം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ടാക്സി ഡ്രൈവറുടെ വരുമാനം കൊണ്ട് പുലരുന്ന ഒരു 4 അംഗ കുടുംബമാണെന്ന് വെക്കുക. അതിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാകും, ആ വീട്ടിലെ ചെലവ് നടക്കണം. ഇതിനെല്ലാമായിട്ടുള്ള തുക അവർ കണ്ടെത്തുന്നത് ഈ ടാക്സി ഓടിച്ചിട്ടാണ്. അപ്പോൾ അത് പരമ്പരാഗതമായി ചെയ്തു വന്ന ജോലികളാണ്. നമ്മൾ പലപ്പോഴും പല സ്റ്റാൻഡിലും ഒരുപാട് പ്രായമായ അച്ഛന്മാരൊക്കെ വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവർക്ക് ആ തൊഴിലിൽ തന്നെ തുടരേണ്ടി വരുന്നത്? അവരുടെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ അവരുടെ ചുമലിലായതുകൊണ്ടാണ്. അവർക്ക് ആ ജോലി തന്നെ അവർക്ക് ആവാമായിട്ടല്ല, മക്കളുടെ പഠിത്തം പൂർത്തിയാക്കാനായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ജോലി ആയിട്ടുണ്ടാവില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്. അവിടെയാണ് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിൽ തന്നെ ഇപ്പോൾ പുതിയ തലമുറ അവർ ഊബർ അല്ലെങ്കിൽ ഓല അങ്ങനെയുള്ള ആപ്പ് വഴിയുള്ള സേവനത്തിലേക്ക് പോകുന്നത്. ഇവിടെ ഈ ടാക്സികൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് മന്ത്രി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഈ കേന്ദ്ര നിയമം അനുസരിച്ച് സർക്കാർ നയം രൂപീകരിക്കുകയും അനുവാദം വാങ്ങി ഓൺലൈൻ ടാക്സികൾ പ്രവർത്തിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ഇതുവരെ ഈ 2 ടാക്സി കമ്പനികളും അല്ലെങ്കിൽ ഈ 2 ടാക്സി ഓടിക്കുന്ന ഊബർ ഓല കമ്പനികളും അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ റാപ്പിഡോ എന്ന് പറയുന്ന കമ്പനി മാത്രമാണ് സംസ്ഥാനത്ത് ഇതുവരെ അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇവിടെ ഓൺലൈൻ ടാക്സികൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മന്ത്രി പറഞ്ഞതിൽ നിന്ന്, ഇതിൽ അന്വേഷിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഓൺലൈൻ ടാക്സികൾക്ക് കേരളത്തിൽ ഓടുന്നതിന് ഒരു തടസ്സവുമില്ല, നിയമ തടസ്സവുമില്ല. പക്ഷേ അവർ ഈ കാര്യത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാർ ഒരു നിബന്ധന വയ്ക്കുമ്പോൾ ആ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് പക്ഷേ തെരുവിൽ കിടന്ന് തല്ലുകൊള്ളേണ്ടത് ഈ ഓൺലൈൻ ടാക്സി ഓടിക്കുന്ന പാവം ഡ്രൈവർമാരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. കാരണം അവരുടെ തെറ്റുകൊണ്ടല്ല, അവർക്ക് ഓടാൻ അനുമതി ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ അവരെ ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നതും അതിനുശേഷം അവരുടെ പ്രൊസീഡിങ്സ്. ഞാൻ എങ്ങനെയാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതുകൂടി നമുക്ക് പറഞ്ഞു പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഊബർ അല്ലെങ്കിൽ ഓല ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ വാഹനം ബുക്ക് ചെയ്യുന്നതിനുള്ളതുപോലെ തന്നെ ഒരു ഡ്രൈവറായി ഇപ്പോൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഡ്രൈവേഴ്സ് ആപ്പ് ഉണ്ട്. ഊബറിൻ്റെ തന്നെ ഡ്രൈവേഴ്സ് ആപ്പ് ഉണ്ട്. അതിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടാണ്, അതായത് നിങ്ങളൊരു ജോലിക്ക് കയറുന്നത് പോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും എല്ലാം അവരുടെ പ്രാദേശിക കേന്ദ്രങ്ങളിൽ പോയി കൊടുത്ത് അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി നിങ്ങൾ ഊബർ ഓടുന്ന അല്ലെങ്കിൽ ഊബറിൻ്റെ സൈറ്റിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവറായി മാറുന്നത്. ഇതിൽ മറ്റ് ഡ്രൈവർമാരുമായുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് 4 പേർക്കും വേണമെന്നുണ്ടെങ്കിൽ ഊബർ ഓടാം, അതാണ് വ്യത്യാസം. മറ്റവർ രാവിലെ തൊട്ട് രാത്രി വരെ പകലന്തിയോളം ഈ ടാക്സി സ്റ്റാൻഡിൽ പോയി കിടന്ന് ഊഴമനുസരിച്ച് ടേൺ അനുസരിച്ചാണ്. ഒരാൾക്ക് തന്നെ എല്ലാ ഓട്ടം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ടേൺ അനുസരിച്ച് ഓട്ടം എടുത്ത് അവരവിടെ കാത്തു കിടക്കണം. ഇവർക്കെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന മറ്റൊരു ജോലിക്ക് ശേഷമുള്ള അധിക സമയവും വന്ന് ഊബർ അല്ലെങ്കിൽ ഓല ടാക്സി ഡ്രൈവറായിട്ട് ഓടാം, അങ്ങനെ അധിക വരുമാനം നേടാം. അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് കേരളത്തിൽ കൂടുതലുമുള്ളത്. മറ്റു ജോലികൾക്കൊപ്പം തന്നെ ഊബർ കൂടി എന്ത് ചെയ്യുകയാണ്, മറ്റൊരു ജോലിക്കൊപ്പം തന്നെ ആ ഷിഫ്റ്റ് കഴിയുമ്പോഴേക്കും ഊബർ കൂടി ഓടുക. അപ്പോൾ അങ്ങനെയുള്ള കഴിഞ്ഞ ദിവസമൊക്കെ രസകരമായ വാർത്തകൾ വന്നിരുന്നു. കോടീശ്വരന്മാരായ ആളുകൾക്ക് പലരും ഈ ഊബറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കഴിഞ്ഞുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഏറ്റവും കുറവ് വരുമാനം കിട്ടുന്നത് ആർക്കാണ്? ഈ 2 പേരെയും കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരു ജോലിയുള്ള ഒരാൾ ഊബർ ഓടുന്നതും അയാൾക്ക് കിട്ടുന്ന വരുമാനവും, അയാളുടെ ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം ഉള്ള ഒരു ജോലി അയാൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെയാണ് ഈ ഊബർ അല്ലെങ്കിൽ ഓല ടാക്സി ഓടുന്നത്. ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് അടക്കം ടാക്സി എടുത്തു അങ്ങനെ പോകുന്ന ആളുകൾ മറ്റൊരു വരുമാനമുള്ള ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും ഈ ടാക്സി കൂടി ഓടുന്നുണ്ട്. ഒരു അഡീഷണൽ ഇൻകം എന്ന രീതിയിൽ ഊബർ അല്ലെങ്കിൽ ഓല ഓടുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് മാത്രമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ട് കേട്ടോ, അതില്ല എന്നല്ല. അവിടെയാണ് ഈ പരമ്പരാഗതമായി തൊഴിൽ ചെയ്ത് വരുന്ന ആളുകൾ പെട്ടെന്ന് പാനിക്കാവുന്നത്. കാരണം ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണ്, അവർക്ക് മറ്റൊരു വരുമാന മാർഗ്ഗമില്ല. ആ വരുമാന മാർഗ്ഗം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൃത്യമായി അവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനായി എന്താണ് നമ്മുടെ സംവിധാനത്തിന് മുന്നിലുള്ളത്? അതാണ് ബിഗ് ക്വസ്റ്റ്യൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഇപ്പോൾ ഈ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായിട്ടുള്ള ഈ ഓൺലൈൻ ഗതാഗത നെറ്റ്വർക്ക് കമ്പനി ഊബർ, അപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ പോയി നമുക്ക് ചോദിക്കാൻ പറ്റുമോ ഇവിടെ എന്ത് സംവിധാനമാണുള്ളത്? ഊബർ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഇവർ ഈ ആപ്പ് അല്ലാതെ ഇവർക്ക് വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ്. പ്രാദേശിക കേന്ദ്രങ്ങൾ ഇവരുടെ വെരിഫിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഈ കമ്പനി ഈ ഡ്രൈവർമാരുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത്? കേരളത്തിലെ രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്ന് മന്ത്രി പറഞ്ഞതിന് ശേഷം ഈ സാൻ ഫ്രാൻസിസ്കോയുള്ള കമ്പനിയുടെ ഭാഗത്ത് നിന്ന്, അത് ആസ്ഥാനമാണ്, അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്തത്, എന്തെങ്കിലും ഒരു പ്രതികരണം നമ്മൾ ഈ നിമിഷം വരെ കണ്ടോ? അപ്പോൾ എത്രത്തോളം ഈ ആളുകൾ കിടന്ന് തല്ലുകൊണ്ടോട്ടെ എന്ന് പറഞ്ഞാൽ കമ്പനി കാണിക്കുന്ന നിരുത്തരവാദപരമായ സമീപനം കൂടി നമ്മൾ ചർച്ച ചെയ്തു പോകണം. സർക്കാരിനെയോ അല്ലെങ്കിൽ ഗതാഗത മന്ത്രി
മന്ത്രിയെ കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷേ ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അവർ ചെയ്യേണ്ട ലീഗലി ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേകമായി എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫ്രെയിംവർക്ക്, ഒരു നിയമം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ അതിൻ്റെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണെന്നേ. അങ്ങനെ മാത്രം ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് മന്ത്രി പറഞ്ഞത്. അതിനുടനെ മന്ത്രി ഇവരെ തല്ലുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് റാപ്പിഡോ മാത്രമാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഊബറും ഓലയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലാത്ത കമ്പനികളുടെ കാര്യം ചെയ്തു എന്നെങ്ങനെ പറയാൻ കഴിയും? അല്ലാതെ ആ ഡ്രൈവർമാരെല്ലാം പണി നിർത്തി വീട്ടിൽ പോകണം എന്നുള്ളതല്ല, അല്ലെങ്കിൽ അവർക്ക് കേരളത്തിൽ ഓടാൻ കഴിയില്ല എന്നതല്ല. അവർക്ക് ഓടണം എന്നുണ്ടെങ്കിൽ പ്രൊവൈഡഡ് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. ഇവിടെ ഈ രാജ്യത്ത് തന്നെ ഈ സഹകരണ ടാക്സി സർവീസ് വരും എന്ന് പറഞ്ഞത് ഇപ്പോൾ കേരള സവാരിയെക്കുറിച്ചൊക്കെ നേരത്തെ മെൻഷൻ ചെയ്തു പോയല്ലോ. ഇവിടെ ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു പരിഹാരമാകുന്നതിനായി കേന്ദ്ര സർക്കാരും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന് മുന്നിലേക്കും ഈ വിഷയങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പ്രതികരിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഓല, ഊബർ തുടങ്ങിയ ടാക്സികൾ അവരിങ്ങനെയുള്ള ഒരു നിയമപരമായിട്ടുള്ള ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറല്ല. പല പ്രശ്നങ്ങൾ പല സംസ്ഥാനങ്ങളിലായി വന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഭാരത് ടാക്സി എന്ന പേരിൽ ഒരു സർവീസ് ആരംഭിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിച്ചിരിക്കുകയാണ്. അതുടൻ തന്നെ അത് വരികയും ചെയ്യും. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെയും നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷൻ്റെയും സംയുക്ത സംരംഭമായിട്ടാണ് വരിക. അത് ഈ സ്വകാര്യ ടാക്സി സർവീസുകൾ, ഓല, ഊബർ മുതലായ ടാക്സി സർവീസുകൾക്ക് ബദലായി സർക്കാർ വഴി മേൽനോട്ടത്തിലുള്ള സംവിധാനം വഴി നമ്മുടെ ഈ ടാക്സി സ്റ്റാൻഡുകളിൽ ഓടുന്ന ഡ്രൈവർമാർക്കടക്കം അവർക്ക് എല്ലാവർക്കും പങ്കാളിത്തം കിട്ടുന്ന രീതിയിൽ, സാർ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ മൊത്തത്തിൽ ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാരും പേഴ്സിൽ പണം വെച്ചിട്ട് ലിക്വിഡ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയല്ല. എല്ലാവരും UPI ആപ്പ് എടുത്തിട്ടാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. എന്തിന് നമ്മൾ ഈ കാർഡ് പേയ്മെൻറ്റ്സ് പോലും നമ്മളിപ്പോൾ കുറഞ്ഞു വരികയാണ്. നമ്മളതിനെ ആലോചിച്ചറിയാം. കാർഡ് പേയ്മെൻറ്റ്സിൽ നിന്നും പൂർണ്ണമായും നമ്മൾ ഫോൺ വഴിയുള്ള, മൊബൈൽ വഴിയുള്ള UPI ട്രാൻസാക്ഷൻസിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ആ QR കോഡ് സ്കാനർ കാണുന്ന രീതിയിലേക്ക് ചെറിയ കച്ചവടക്കാർ മുതൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കരുതിയിരുന്നു ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആകുമെന്ന്. പക്ഷേ അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഓല, ഊബർ തുടങ്ങിയ സർവീസുകൾ നൽകുന്ന കമ്പനികൾ നൽകുന്ന സർവീസ് നമുക്കിവിടെ വേണ്ട എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ഏത് അർദ്ധരാത്രിയിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തുന്ന അങ്ങനെ ഒരു സർവീസ് നമുക്ക് വേണം. സ്റ്റാൻഡിൽ പോയി വിളിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പരിചയമുള്ള ഒരു ഡ്രൈവറുടെ ഫോണിൽ വിളിച്ച് ടാക്സി എത്തിക്കുന്ന ആ സമ്പ്രദായത്തിൽ നിന്ന് അവരെയും കൂടി ഈ പുതിയ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു സംവിധാനം. അതുകൊണ്ട് ഇങ്ങനെയൊരു സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള, കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധ സംസ്ഥാന സർക്കാരുകളുടെയും നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനം വരികയാണെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ വാഹനങ്ങളുടെ വൃത്തി അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതെവിടെയാണ് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നം ഈ ടാക്സി സർവീസുകളിലെല്ലാം പലപ്പോഴും നേരിടാറുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ നിരക്കുകൾ, തോന്നുന്ന നിരക്ക്. ഇപ്പോൾ സ്വന്തമായിട്ട് ഓടുന്ന ടാക്സിയാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നതാണെങ്കിൽ അവർ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ യൂണിയൻ ഫിക്സ് ചെയ്യുന്ന ഒരു നിരക്കായിരിക്കും. അവിടെയാണ് ഊബർ വിളിച്ചു കഴിഞ്ഞാൽ നിരക്ക് കുറവാണല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ഊബറിലേക്ക് പോവുക. ഊബർ ഓട്ടോയുടെ നിരക്കായിരിക്കില്ല നമ്മൾ വഴിയിൽ നിന്ന് കൈ കാണിച്ച് നിർത്തി വിളിക്കുന്ന ഓട്ടോറിക്ഷയ്ക്കുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും. കിലോമീറ്റർ അനുസരിച്ചുള്ള ചാർജ് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ റിട്ടേൺ ചാർജ് കൂടി നിങ്ങൾ കൊടുക്കേണ്ടി വരും. വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയാണ്, തിരിച്ചോട്ടം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാർജ് കൊടുക്കേണ്ടി വരും. ഇതിനെല്ലാം ഒരു ഏകീകരിച്ച സംവിധാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കമ്പനികൾ ഇനി ഊബറിനെയും ഓലയിലേക്കും കൂടി വന്നു കഴിഞ്ഞാൽ ഈ കമ്പനികൾ ഈ ഡ്രൈവർമാർക്ക് അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ജോലി ചെയ്തതിന് ശേഷമുള്ള അധിക സമയം നിങ്ങൾക്ക് ചെയ്യാൻ, നിങ്ങളുടെ സ്വന്തം ഷിഫ്റ്റ് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവർ നല്ല കമ്മീഷൻ ഈടാക്കുന്നുണ്ടെന്നേ. കമ്മീഷൻ ഈടാക്കി തന്നെയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ് പൂർണ്ണമായും ഇവർക്ക് കിട്ടുകയില്ല. ആ കമ്പനിയുടെ ഈ ഊബറിൻ്റെ ആപ്പിലേക്കാണല്ലോ ഈ പേയ്മെൻറ്റ് പോവുക. പേ ബൈ ക്യാഷ് അല്ല, നമ്മൾ പേ ബൈ UPI ട്രാൻസാക്ഷൻസ് ആകുമ്പോൾ നേരിട്ട് ആ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ആ പണം പോവുക. പലപ്പോഴും യാത്രക്കൂലിയുടെ 25% വരെ കമ്മീഷനായി പോകുന്നുണ്ട് എന്നതാണ് നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ ഭാരത് ടാക്സി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരാനായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. ഇതിൽ ഈ സ്വകാര്യ, നേരത്തെ ജിമ്മി സാർ സൂചിപ്പിച്ചതുപോലെ ഈ പ്രൈവറ്റ് അഗ്രഗേറ്റേഴ്സ്, അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാരത് ടാക്സിയിൽ വരുന്ന ഡ്രൈവർമാർ ഈ കമ്മീഷൻ കൊടുക്കേണ്ടതില്ല. അവർക്ക് ഒരു മാസത്തിൽ ഒരു നോമിനൽ ഫീസ് അടച്ചുകൊണ്ടുള്ള ഒരു അംഗത്വം എടുക്കലാണ്. നിങ്ങൾ ഇതിൻ്റെ പാർട്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഈ സർവീസിൻ്റെ പാർട്ടായിരിക്കുന്നു. അപ്പോൾ ആ അംഗത്വം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഊബർ ഓടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം, അതായത് അവരെടുക്കുന്ന പണിയുടെ കൂലി കൂടുതലായി അവരുടെ പോക്കറ്റിലേക്ക് വരും. ഈ പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ ഈ സ്റ്റാൻഡുകളിൽ ഓടുന്ന ആളുകൾക്കും ഇതിൻ്റെ ഭാഗമാകാം. ഇവരാരും തമ്മിൽ ഒരു തർക്കത്തിൻ്റെയും ആവശ്യമില്ല. കാരണം ആളുകൾക്ക് വാഹനം ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സർവീസ് പ്രൊവൈഡർ ഉണ്ടാകുമ്പോഴേക്കും അതിനകത്ത് ഈ ഓടുന്ന ആൾക്കും ലാഭമാണ്. ഈ ഊബറിലും ഓലയ്ക്കും ഒക്കെ നമ്മൾ കൊടുക്കുന്ന അതേ തുക തന്നെ ഈ ആപ്പ് വഴി പോകുമ്പോഴും തുടങ്ങുകയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഡൽഹിയിൽ ഉടൻ തന്നെ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ മാസം തന്നെ ഒരുപക്ഷെ ഡൽഹിയിൽ ഇത് റോൾ ഔട്ട് ചെയ്തേക്കാം. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അതിനുള്ള രജിസ്ട്രേഷനൊക്കെ അനുസരിച്ച് ഒരു മോർ ദാൻ 500 വാഹനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റിൽ തന്നെ ഭാഗമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം രാജ്യം മുഴുവൻ ഇത് വ്യാപകമാകും. അതോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ആവുകയും ചെയ്യും. സഹകരണ സംരംഭമാണ്, ഒരു സ്വകാര്യ കോർപ്പറേഷൻ അല്ല. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മാഡം. കേരള സവാരി 2.0 അതിനെക്കുറിച്ച് നേരത്തെ നമ്മുടെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി അടുത്തിടെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഡിസംബറോടുകൂടി കേരള സവാരി ഒരു മൾട്ടി
മോഡൽ ഗതാഗത സംവിധാന ആപ്പായി മാറുമെന്നാണ് പറഞ്ഞത്. അതായത് മെട്രോ, വാട്ടർ മെട്രോ, മെട്രോ ഫീഡർ ബസ്, ഓട്ടോ, ക്യാബ് ഇതെല്ലാം കൂടി ചേർക്കുന്ന രീതിയിലായിരിക്കും ഈ കേരള സവാരി 2.0. ആദ്യത്തേത് എന്തായാലും വിജയം കണ്ടില്ല. അതുകൊണ്ട് 2.0 വിജയമാവുകയാണെങ്കിൽ ഈ അനീതി പരിഹരിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പരിഹാരങ്ങളിലേക്കാണ് പോകേണ്ടത്, അല്ലാതെ തമ്മിൽ തല്ലാനായിട്ട് ഡ്രൈവർമാരെ ഇട്ടുകൊടുക്കരുത്. എല്ലാവരും അവനവൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഈ പണിക്കിറങ്ങുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അനീതിയാണ്. അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.